ഈ ജനവല്ല गिरिवरधारी जय राधानन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरु नित्य गौर हरिबो 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 नित्य गौर हरिबो नित्य गौर हरिबो 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 नित्य गौर हरिबो ഹരേ കൃഷ്ണ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുഴപ്പമില്ല പ്രഭു, ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് വരുന്നുണ്ട്. ബ്രേക്ക് വരികയാണെങ്കിൽ ഒന്ന് പറയണം അതിന്, കാരണം കണക്ടിവിറ്റി ചെറിയ പ്രോബ്ലം ഉണ്ട്. റൂം ഡോർ ക്ലോസ് ആയത് കൊണ്ട് ചിലപ്പോൾ വൈഫൈ കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ റൂം പറയാം ഓപ്പൺ പ്രഭു, ചെയ്യണം. അതിനാണ് ഒന്ന് പറഞ്ഞാൽ മതി, പറയാം പ്രഭു, ഇൻബിറ്റ് പറയാം. പറഞ്ഞാൽ മതി. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കാരുണ്യത്താലും ഗുരുവിന്റെ കാരുണ്യത്താലും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ശ്ലോകം എന്ന് പറയുന്നത് 1:3:9 1:3:39. ക്ഷമിക്കണം. വളരെ നല്ല ശ്ലോകം. കുറേ ഡീറ്റെയിൽസ് വളരെ ഷോർട്ടാണ്. അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള ക്ലാസ് അല്ലെങ്കിൽ ഡിസ്കഷൻ ആയിരിക്കും. വളരെ ഷോർട്ടായിട്ട് ഡിസ്കഷൻ ആയിരിക്കും. Okay. നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നമുക്ക് ഭഗവാൻ നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാവാനും നമുക്ക് നല്ല രീതിയിൽ അത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ നമുക്ക് എല്ലാവരും ഒരു 3 തവണ നമുക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1:3:39. അതേഹധന്യ ഭഗവൻ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയാ പരിവർത്തതേ ഉഗ്രഃ ധന്യാത് ഭഗവന്ത ഇത്തം യദ്വാസുദേവേ അഖിലലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയാ പരിവർത്തതേ ഉഗ്രഃ അദേഹധന്യാത് ഭഗവന്ത ഇത്തം യദ്വാസുദേവേ അഖിലലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയാ പരിവർത്തതേ ഉഗ്രഃ പരിവർത്ത ഉഗ്രഃ.
വെർബ് ബൈ മീനിങ് വായിക്കാം. പ്രഭുപാദ് കി ജയ്. അതഹ അപ്രകാരം ഇഹ ഈ ലോകത്തിൽ ധന്യ വിജയകരമാകുക ഭഗവാൻ തഹ പൂർണ്ണാവിജ്ഞൻ ഇത്തം അവിധം യത് എന്ത് വാസുദേവ പരമദിവ്യത്വം പുരുഷന് അഖില സർവാത്മ അംഗീകരിക്കുക ലോകത്തെ സർവപ്രപഞ്ചങ്ങളുടെ നേതാവ് കുർവന്തി പ്രതിപിക്കുന്നു സർവ ആത്മകം ഒരിക്കലും എത്ര എവിടെയാണോ ഭൂയഹ. വിവർത്തനം. ശിലപ്രഭാത് കി ജയ. ഈ ലോകത്തിൽ അവിധമുള്ള അന്വേഷണങ്ങളാൽ മാത്രമേ ഒരാൾക്ക് പൂർണ്ണാവിജ്ഞാനിയായ ഹരേ കൃഷ്ണ. പ്രശ്നം പ്രഭു ക്ലിയർ ഇല്ല. കൃഷ്ണ പ്രഭു കുറച്ച് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. മാജി എന്തോ പ്രഭു കേട്ടില്ല. മാജി ഒരു മിനിറ്റ് നെറ്റ്. ആ ഓക്കെ പ്രഭു. ഓക്കെ ഓക്കെ. ഓക്കെ മാജി ഇപ്പൊ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് ചെറിയ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് വരും, ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. ഹരേ കൃഷ്ണ. വിവർത്തനം. ശിലപ്രഭുപാദ് കി ജയ്. ഈ ലോകത്തിൽ അവിധമുള്ള അന്വേഷണങ്ങളാൽ മാത്രമേ ഒരാൾക്ക് പൂർണ്ണാവിജ്ഞാനിയായ വിജയാകുവാൻ കഴിയുകയുള്ളൂ. അത്തരം അന്വേഷണങ്ങൾ സർവപ്രപഞ്ചങ്ങളുടെയും നിയന്താവായ പരമദിവ്യത്വം പുരുഷനോടുള്ള ആത്മജ്ഞാനപരമായ അതീന്ദ്രിയ പരമാനന്ദ പ്രേമ നിവൃത്തിയെ പ്രാർത്ഥനാപൂർവം ക്ഷണിച്ചു വരുത്തി ഭയാനകമായ ജനിമൃതി ആവർത്തന ചക്രങ്ങളിൽ നിന്നും 100% മുക്തി ഉറപ്പാക്കുന്നു. ഭാവാർത്ഥം. ശിലപ്രഭുപാദ് കി ജയ്. ശൗനക ഋഷിയുടെ നേതൃത്വത്തിലുള്ള സന്യാസിമാരുടെ അന്വേഷണങ്ങളെ അവരുടെ അതീന്ദ്രിയ സ്വഭാവത്തിന്റെ യോഗ്യതകളെ അടിസ്ഥാനമാക്കി ശ്രീ സൂത ഗോസ്വാമി വാഴ്ത്തുകയുണ്ടായി. നേരത്തെ നിർണയിച്ചതുപോലെ ഭഗവത് ഭക്തർക്കു മാത്രമേ ഭഗവാനെ ഗണ്യമായ അളവിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, അത്രത്തോളം ഭഗവാനെ മനസ്സിലാക്കാൻ മറ്റാർക്കും സാധ്യമല്ല. ആകയാൽ ഭക്തർ സമസ്ത ആത്മീയ വിജ്ഞാനത്തിലും പൂർണ്ണാഭിജ്ഞരാണ്. നിരപേക്ഷ സത്യത്തിന്റെ അവസാന വാക്ക് പരമദിവ്യത്വ പുരുഷനാകുന്നു. നിർവ്യക്തിഗത ബ്രഹ്മവും കേന്ദ്രീകൃത പരമാത്മാവും പരമദിവ്യത്വ പുരുഷന്റെ ജ്ഞാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആകയാൽ പരമദിവ്യത്വ പുരുഷനെ കുറിച്ച് അറിയുന്ന ഒരാൾ ഭഗവാന്റെ ബഹുമുഖങ്ങളായ ശക്തികളെയും അദ്ദേഹത്തിന്റെ വിസ്തരണങ്ങളെയും അങ്ങനെ ഭഗവാനെ സംബന്ധിച്ച സർവ്വതിനെയും കുറിച്ച് സമഗ്രമായി മനസ്സിലാക്കുന്നു. ആകയാൽ ഭക്തരെ സർവപ്രകാരത്തിലും സമ്പൂർണ്ണ വിജയം കൈവരിച്ചവരായി അനുമോദിക്കുന്നു. പരിശുദ്ധ ഭക്തൻ ഭയാനക ഭൗതിക ക്ലേശങ്ങളായ ജനിമൃതി ആവർത്തന ചക്രത്തിൽ നിന്നും മുക്തി നേടുന്നു. ശിലപ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിഭ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാചക്ഷുരം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. തേജസ്വിനാമം വിഷ്ണും സർവ്വം യേന ബുദ്ധിരേഷു സംജാതം സകലം സജീവം സാദ്വൈതം സാവധൂതം പരിചിതം കൃഷ്ണചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദം സഹിത ശ്രീ ശാഖരം രാധേ വൃന്ദാവനേശ്വരം. ഓം വിഷ്ണുരായ കൃഷ്ണ ദീക്ഷാം ശ്രീകൃഷ്ണ നിത്യാനന്ദ ശ്രീ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം പ്രഭു, ക്ലിയർ ആണ്. താങ്ക് യു മച്ച്. 1-3-39 ഒന്ന് രണ്ട് ഒരു ഒരു മെഡിസിൻ പറയുന്നുണ്ട്, ഒരു മരുന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ചാപ്റ്റർ ആയിട്ട്, ഈ 3-ാമത്തെ ചാപ്റ്റർ ആയിട്ടും നമുക്ക് ഭാഗവതത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂത ഗോസ്വാമി വരികയും ശൗനക മുനിയുടെ നേതൃത്വത്തിലുള്ള സന്യാസിമാര്, ഭക്തര് അദ്ദേഹത്തിനടുത്ത് കാര്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ ആ ചോദിക്കുന്ന ആ ഒരു ഒരു എന്താ പറയുക, ഒരു ശ്രേണി അല്ലെങ്കിൽ ഒരു ചെയിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേ പലരും ഭാഗവതം ക്ലാസ് എടുത്തപ്പോൾ, ഡിവോട്ടീസ് എടുത്തപ്പോൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഭഗവാൻ വന്നിട്ട് ബ്രഹ്മാവിന് ഭാഗവത ജ്ഞാനം ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ, ജ്ഞാനം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ജ്ഞാനം കൊടുത്തു. അത് അദ്ദേഹം വന്ന് നാരദ മുനിക്ക് കൊടുക്കുമ്പോൾ 4 ശ്ലോകമായിട്ടാണ് കൊടുത്തത്. അത് നാരദ മുനി ബാക്കിയുള്ളവരിലേക്ക് പാസ് ചെയ്തു. വ്യാസദേവന് ആ ജ്ഞാനം കിട്ടുന്നു. വ്യാസദേവൻ ആ ജ്ഞാനം ശുകദേവ ഗോസ്വാമിയിലേക്ക് കൊടുക്കുന്നു. ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജന് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ സൂത ഗോസ്വാമി ഇരിക്കുന്നു. സൂത ഗോസ്വാമി വന്നിട്ട് എന്താണ് ആ ജ്ഞാനം ഇവര് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നേരത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രഭുപാദിന്റെ പർപ്പട്ടില്, വിവരത്തിന്റെ പർപ്പട്ടിലും 1-2 നല്ല പോയിന്റ്സുകൾ അതിനകത്ത് പറയുന്നുണ്ട്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. ഈ ലോകത്തിൽ അവിധമുള്ള അന്വേഷണങ്ങൾ മാത്രമേ ഒരാൾക്ക് പൂർണ്ണാഭിജ്ഞാനിയായി വിജയാകുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ആക്ച്വലി ഉപയോഗം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് കോഗ്നിസന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫുൾ നോളേജ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? നമുക്ക് നമ്മുടെ ട്രാൻസെൻഡന്റൽ അതീന്ദ്രിയമായിട്ടുള്ള എക്സാറ്റിക് ലവ്, ഭഗവാന്റെ കൂടെയുള്ള ആ സ്നേഹത്തിനെ ഉണർത്തുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഇന്ന് ഈ തിലകമിട്ടിങ്ങനെ ഇരിക്കുന്നതും രാവിലെ ഭാഗവതം ഡിസ്കസ് ചെയ്യുന്നതും ഒറ്റ റീസൺ കൊണ്ടാണ്. നമ്മളും ക്വസ്റ്റ്യൻ ചോദിച്ചു. നമ്മളും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പല പല ഡിവോട്ടീസിനടുത്ത്. ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ് ആ ഒരു സമയം, അപ്പോ നമ്മുടെ സുനിൽ മാധവദാസ് പ്രഭു, നമ്മുടെ കൃപാസാർ പ്രഭു, അവരൊക്കെ വന്നിട്ട് പണ്ടത്തെ കാലമാണ്. ആ സമയത്ത് അവരൊക്കെ വന്നിട്ട് ഭയങ്കര ഗുണ്ടകളാണ്. ഗുണ്ടകളെന്ന് പറയില്ല, സുനിൽ പ്രഭു വന്നിട്ട് ആ പണ്ടത്തെ കാലത്ത് ചട്ടമ്പികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാനും പണ്ടേ ചെറിയ ക്രാക്ക് ആയതുകൊണ്ട് എനിക്കും എന്താ പറയാ, ഈ അടിപിടി, ഈ ആളുകൾ ഇങ്ങനെ കുറച്ച് ഭയങ്കര കൃപാസാർ പ്രഭു അല്ലെങ്കിൽ സുനിൽ പ്രഭുവിനാണ് നല്ലപോലെ അറിയുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം സുനിൽ പ്രഭു ഒക്കെ വന്നിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ നേരത്ത് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കും. സ്റ്റമ്പൊക്കെ ഊരി കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട് കളയും. അപ്പം ചേട്ടന്മാർ നമുക്ക് ഭയങ്കര പേടിയാണ്. എന്നാൽ എനിക്ക് ഭയങ്കര ആരാധനയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം അവരെ കൂടെ ആരും എതിർത്ത് നിൽക്കില്ല, ഭയങ്കര പൊക്കവും തടിയാണ്. അപ്പൊ എനിക്കും അതുപോലെ ആവണം എന്നുള്ള ഇതൊക്കെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഒരു 10-25 പേരെ ഇടിക്കുകയും കൊല്ലം SN കോളേജിലൊക്കെ പോയി ആളുകളൊക്കെ തൂക്കിയെടുത്തോണ്ട് വരും. അവിടെ പോയി എല്ലാവരും റെഡിയാക്കിയിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകള് പെട്ടെന്ന് വെള്ളയിട്ട് കുറിയൊക്കെ ഇട്ട് കൈയൊക്കെ പൊതിഞ്ഞു വെച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ എനിക്കും അത് ഭയങ്കര ഒരു അതിശയമായിരുന്നു. ഞാൻ കൊച്ചായിരുന്നെങ്കിൽ, പക്ഷെ എന്റെ റോൾ മോഡൽസിന് എന്ത് പറ്റി എന്നുള്ളതായിരുന്നു എന്റെ ഇത്. അവരെങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, എല്ലാം ഭയങ്കരമായിട്ട് മാറി. ഇത് എന്ത് പറ്റിയെന്നാണ്. അപ്പൊ
എനിക്കും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടായിട്ട് ഞാൻ അമ്പലത്തിന്റെ സൈഡിലാണ് ഇവരിയ്ക്കുന്നത് സ്കൂളിൽ പോകുന്ന വഴിക്ക്. ഞാനും ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങി. ഇതുപോലെയാണ് പല ഡിവോട്ടീസും നമുക്കറിയാം ഇവിടെ ഇരിക്കുന്നവർ. പലരും ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. ആ ക്വസ്റ്റ്യൻസ് ആണ് പ്രഭുപാദും ഗുരുമഹാരാജും ഭഗവാനും ഇന്നിപ്പം ഭാഗവതം ക്ലാസ് എടുക്കുന്ന രീതിയിൽ നമ്മൾ ഇവിടെ കൊണ്ടെത്തിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രഭുപാദം പറയുന്നത് എന്താണ്, നമുക്ക് ഉപയോഗമുള്ളതും നമുക്ക് ഫുള്ളി നോളജ് കിട്ടുന്നതും ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ടുള്ള ആ ഒരു പ്രേമബന്ധം അല്ലെങ്കിൽ ആ സ്നേഹം ഇൻവോക്ക് ചെയ്യുന്ന, ഉണർത്തുന്നത്, ട്രാൻസെൻഡന്റൽ, അതീന്ദ്രിയമായ. നമുക്കിത് അതീന്ദ്രിയമാണെന്ന് വെച്ചാൽ നമുക്ക് ആ നോളജ് ലെവലിൽ എത്തുന്ന മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ വളർന്നിട്ടില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രഭാത പറഞ്ഞ പോലെ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ നമ്മളൊക്കെ എത്ര നന്ദി പറഞ്ഞാലും ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് ആൻസർ തന്ന അല്ലെങ്കിൽ നമ്മളെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവന്ന ഭക്തന്മാർക്ക് നമ്മൾ എത്ര ജന്മം നന്ദി പറഞ്ഞാലും അത് ഈക്വലാവത്തില്ല. ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സുനിൽ മാധവ് പ്രഭുവിനോടായാലും കൃപാസാര പ്രഭുവിനോടായാലും ഈ വളരെ റീസെന്റ് ആയിട്ട് ശരീരം ഉപേക്ഷിച്ചു പോയ രാജേഷ് പ്രഭുവിനോടായാലും നമ്മുടെ യോഗ മാസ്റ്റർ ആയിട്ടുള്ള രതീഷ് പ്രഭുവിനോടായാലും, മേ ബി അവരൊന്നും ഭക്തിയിൽ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നില്ലായിരിക്കും, ഒന്ന് രണ്ട് പേര്. പക്ഷെ എന്നാലും അവരാണ് നമ്മളെ കൈ പിടിച്ചു കൊണ്ടുവന്ന് ഭക്തിയിൽ നമ്മളെ കൊണ്ടുവന്നത്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും, ഭഗവാന്റെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും അതിന് ഈക്വൽ ആവത്തില്ല. അപ്പൊ നമ്മളെപ്പോഴും ഒരുപാട് ക്ലാസ്സുകളിൽ ഇവിടെ ഇതിനു മുന്നേ ഡിവോട്ടീസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം എന്ന് പറയും. അപ്പൊ ഇന്ന് ആക്ച്വലി ഈ അവസരത്തിൽ എനിക്കത് എല്ലാവരുടെ അടുത്തും നന്ദി പറയണമെന്ന് തോന്നി. ഹരേ കൃഷ്ണ. കാര്യം ഇന്നത്തെ ശ്ലോകത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത്. ഭാഗവതം അപ്പൊ അതിനെപ്പറ്റി തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് ഇവിടെ എന്താണ് പറയുന്നത്, ഹു ഇസ് എ പ്രൊപ്പറേറ്റർ ഓഫ് ഓൾ യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സൽ മുഴുവൻ, ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ സൃഷ്ടികർത്താവായിട്ടുള്ള ഭഗവാൻ എന്താണ് അവിടെ ഒരു ഗ്യാരണ്ടി നമുക്ക് തരുന്നുണ്ട്. എന്താണ് സൂതഗോസ്വാമി പറയുന്നത്, 100% നമ്മളെ രക്ഷിക്കുന്ന, ഇമ്മ്യൂണിറ്റി നൽകുന്ന, നമ്മളെ പ്രതിരോധിക്കുന്ന, രക്ഷിക്കുന്ന എന്തിൽ നിന്നാണ്? ഈ ഡ്രെഡ്ഫുൾ റിപ്പീറ്റേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. ഈ ഡ്രെഡ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഉഗ്ര എന്നാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന വേർഡ്. പ്രഭാത് ആ ഭാഗവത ശ്ലോകത്തിൽ ഉഗ്ര എന്ന് പറഞ്ഞാൽ ആ വേർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ജനന മരണം ചക്രങ്ങളിൽ ഇങ്ങനെ പോകുന്നെന്ന് പറയും, ജനിക്കുന്നു മരിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നാം. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് ഭാഗവതത്തിൽ പല സ്ഥലത്തും പറയുന്നത്, ആചാര്യന്മാര് പറയുന്നത്. നിങ്ങൾ അടുത്ത ഒരു ജന്മം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, നമുക്ക് അവിദ്യ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, മായയുടെ ശക്തിയായിട്ടുള്ള അവിദ്യ. അതിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാല്, അവിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നുപോകും, നമ്മളെ മറയിപ്പിക്കുകയാണ്. അതാണ് അവിദ്യയുടെ പ്രത്യേകത. അപ്പോ ഇവിടെയും അത് തന്നെയാണ്. അപ്പൊ നമ്മൾ അടുത്തൊരു ജന്മം, ഓക്കെ, നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യാന്നുള്ള ഭക്തി എല്ലാം ചെയ്തു, ഈ ജന്മത്തിൽ നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, കൃഷ്ണ എനിക്ക് അടുത്ത ജന്മം മനുഷ്യജന്മം കിട്ടണേ, ഞാൻ തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട് നോക്കണേ. അങ്ങനെ നമ്മൾ ആരും ചിന്തിക്കാൻ പറ്റില്ല. ഒരുപാട് ഡിവോട്ടീസിനെ പറ്റി ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് രണ്ട് സീനിയർ ഭക്തന്മാരുടെ ക്ലാസ് ഞാൻ കേട്ടതും ഗുരുമഹാരാജ് നമ്മളുടെ പറഞ്ഞതും, ഇപ്പൊ നമ്മൾ ശരീരം ഉപേക്ഷിച്ച അടുത്ത് 84 ദശലക്ഷം അടുത്ത മനുഷ്യ ശരീരം കിട്ടും. പക്ഷെ 84 ദശലക്ഷം ആ പ്രോസസ്സിലൂടെ പോയാലേ പറ്റൂ. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം പദം വിപദമാണ്. നമ്മൾ ഇരിക്കുന്ന ഓരോ സ്റ്റെപ്പിലും, നടക്കുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ അറിയാതെ ഉറുമ്പുകൾ ചവിട്ടി കൊല്ലുന്നു, എത്രയോ ക്രിമികീടങ്ങൾ മരിച്ചു പോകുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ തന്നെ എന്തുമാത്രം ജീവഗണങ്ങളുണ്ട് നമുക്ക് പോലും അറിയത്തില്ല. നമ്മളിങ്ങനെ പാപം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ ലോകം എങ്ങനെയാണ്, മൃത്യുലോകം എങ്ങനെയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അടുത്തൊരു ജന്മം ഒന്നും ചിന്തിക്കാതെ ഈ ഉഗ്ര എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ്, അതായത് എന്താണ് ഡ്രെഡ്ഫുൾ റിപ്പീറ്റേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഭയങ്കര കൊടൂരമായിട്ടുള്ള കാര്യമാണ്. ഇത് ഭയങ്കര പെയിൻ അനുഭവിച്ചിട്ടാണ് ഒരു ജീവൻ എന്താവുന്നത്, ഒരു ഗർഭപാത്രത്തിലേക്ക് പോകുന്നത്. അവിടെ അവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ജന്മം കിട്ടുന്നത്. ആ സ്പോട്ടിൽ നമ്മൾ വിസ്മരിക്കും ഭഗവാന. അതാണ് മായയുടെ ശക്തി എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഭഗവാന് വേണ്ടി നമ്മൾ ആ എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ മായ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യും ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട്. അപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് നല്ല രീതിയിൽ നോക്കാം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എൻക്വയറീസ് നമ്മൾ എല്ലാവരും ഇതുപോലെ
ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക ഡിവോട്ടീസിന്റെ അടുത്ത്. ഭഗവാനെ പറ്റി മനസ്സിലാക്കാനായിട്ട് നോക്കുക. ഈ സന്യാസിമാര് ഇവര് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇനി അങ്ങോട്ട് വരുന്ന ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നുണ്ട്. പാണ്ഡവന്മാരെ പറ്റി പറയൂ എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അതില് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഭഗവാനുമായിട്ട് കൃഷ്ണന്റെ കാര്യങ്ങളുമായിട്ട് യതി എന്നൊരു വാക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ പറയൂ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് സാരഗ്രാഹികളായിട്ട് നിൽക്കുന്നത്. അതായത് ഭഗവാനെ പറ്റി മാത്രം അവർക്ക് കേട്ടാൽ മതി. ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി മാത്രം കേട്ടാൽ മതി. നമുക്കും ആക്ച്വലി നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവരെല്ലാവരും കാണിച്ചു തരുന്നത്. നമ്മൾ നമ്മുടെ ലൈഫിൽ വന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് ഭഗവാനെ പറ്റി നമ്മൾ അന്വേഷിക്കണം. ഭഗവാനെ പറ്റി മനസ്സിലാക്കാനായിട്ട് നോക്കണം. ഓരോ സ്റ്റെപ്പും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. ഓക്കെ. അപ്പോ ഇവിടെ ഈ സന്യാസിമാര് ചോദിക്കുന്ന ക്വസ്റ്റ്യന് സൂതഗോസ്വാമി വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതിന് അപ്രീഷിയേറ്റ് ചെയ്യണം, പറയണം നിങ്ങൾ ചോദിച്ച വളരെ നല്ലതെന്നുള്ളത്. എന്താണ് ഈ നോളേജ് എന്താക്കും നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ ലൈഫിലെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസിനെ എല്ലാത്തിനെയും മാറ്റും. എന്തുകൊണ്ടാണ് ഭഗവാനുമായിട്ടുള്ള പ്രേമഭക്തി നമുക്ക് അവിടെ അത് ഉണർത്തും എന്നാണ് പറയുന്നത്. അതായത് വേദാന്ത സൂത്രത്തിൽ പറയുന്നത് ബ്രഹ്മ ജിജ്ഞാസ എന്നാണ് പറയുന്നത്. ഈ പ്രോസസ്സിനെ ബ്രഹ്മ ജിജ്ഞാസ, ഭഗവാനെ പറ്റി മനസ്സിലാക്കാനായിട്ടുള്ള. നമുക്ക് 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്, 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. അപ്പൊ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നലെ കേട്ടത്. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റി എങ്ങനെയാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മള് മോഡേൺ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും? മോഡേൺ സയൻസിലെ മോഡേൺ രീതിയിൽ ഞാൻ കാണുന്നത് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ, അതുകൊണ്ട് കാണാത്തൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെൻസിന് എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ കണ്ണിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാല് നല്ല ദൂരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് കണ്ണു വെച്ച് കാണാൻ പറ്റും? ഇല്ല, നമുക്ക് അപ്പൊ സപ്പോർട്ട് വേണം. നമ്മൾ എന്ത് ബൈനോക്കുലർ യൂസ് ചെയ്യും ദൂരെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ഡിവോട്ടീസ് പറയുമായിരുന്നു, നമ്മൾ പ്രഭാതിന്റെ ലെക്ചേഴ്സും ക്ലാസ്സൊക്കെ കേട്ടിട്ട് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു, ദൂരെ കൂടെ പോകുന്ന പ്ലെയിന് നമുക്ക് വളരെ ചെറുതായിട്ട് കാണാൻ പറ്റും. എന്നാൽ അതിന്റെ സൈസ് ചെറുതാണോ? അല്ല, വളരെ വലുതാണ്. എന്നാൽ അതേ ഹൈറ്റിൽ പറന്നു പോകുന്ന ഒരു കഴുകന് അല്ലെങ്കിൽ ഒരു പരുന്തിന്, ഈഗിളിന് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? താഴെ കൂടെ പോകുന്ന ഒരു ഉറുമ്പിന് വരെ കാണാൻ പറ്റും. കാരണം അതിന്റെ കണ്ണിന്റെ ശേഷി വേറെയാണ്. പക്ഷെ നമുക്കെല്ലാം ഇത് ലിമിറ്റഡ് സെൻസസ് ആണ് ഉള്ളത്. അടുത്തുള്ള കാര്യങ്ങൾ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ടെലസ്കോപ്പ് യൂസ് ചെയ്യും. അതിലും ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യും. ആ മൈക്രോസ്കോപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്ടീരിയ ആണോ അസുഖമാണോ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അതിലും താഴെ കാണുന്നത് നമ്മൾ എന്ത് ചെയ്യും? നാനോമീറ്റർ യൂസ് ചെയ്യും. അതിൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യും. അതിലും ചെറുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡിഫറെന്റ് രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ ഓരോന്നിന്റെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും ചെയ്യുന്നെങ്കിലും കണ്ണിന്റെ കാഴ്ച പോയാൽ ഇതൊന്നും കിട്ടിയിട്ടും കാര്യമില്ല. നമുക്ക് തന്നെ ഒരു വയസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും കണ്ണാടി വെക്കണം, കണ്ണിന്റെ കാഴ്ച പോകും. ഇപ്പൊ കൊച്ചുകുട്ടികൾക്കേ കണ്ണിന്റെ പ്രശ്നമുണ്ട് മൊബൈലും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട്. അപ്പൊ നമുക്കും അറിയത്തില്ല എപ്പോഴാണെന്നുള്ളത്. നമ്മുടെ ടേണും വരും, ചിലപ്പം വരാതിരിക്കാം. ഇതെല്ലാം വാർദ്ധക്യം വരുമ്പോൾ ഇതെല്ലാം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യമരാജന്റെ 5 ലെറ്റർ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതിൽ 1 ലെറ്ററാണ് നര, പല്ല് കൊഴിയുക, അത് കഴിഞ്ഞ് കണ്ണിന്റെ കാഴ്ചശക്തി പോവുക, കൂന് വരിക, കിടപ്പാകുക. അപ്പോ ഭഗവാന്റെ കാരുണ്യമുണ്ട്. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് ചിലപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ. നര എന്തായാലും വരും, നര വരാതിരിക്കും. പല്ലും എന്തായാലും കൊഴിയും, അത് നാച്ചുറൽ പ്രോസസ്സാണ്. ചിലപ്പോൾ കൂന് വരത്തില്ലായിരിക്കാം, നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കർമ്മഫലം കൊണ്ട് അങ്ങനെ വരില്ലായിരിക്കാം. ചിലപ്പോൾ കിടപ്പാവാതെ നല്ല ആരോഗ്യത്തോടുകൂടി പോകുന്നുണ്ടോ, ചിലപ്പോൾ കിടപ്പായിട്ട് പോകും. ഇതെല്ലാം ഭഗവാനിൽ വിട്ടേക്കാം. നമ്മൾ എവിടെ ഇരുന്നാലും കൃഷ്ണ അങ്ങയുടെ സ്മരണ മാത്രം മതി. എന്ത് ലൈഫിൽ വന്നാലും നമുക്ക് അങ്ങയുടെ സ്മരണ, അങ്ങയെ പറ്റി എനിക്ക് അന്വേഷിക്കാൻ പറ്റണം. പ്രഭു അത് പറഞ്ഞ പോലെ അങ്ങയെ പറ്റി എനിക്ക് അന്വേഷിക്കാൻ പറ്റണം. അത് പറഞ്ഞു തരാൻ ഭക്തന്മാരുണ്ടാവണം. ആ അന്വേഷണങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റണം. ഭാഗവത്തിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റണം. അതുവഴി എന്താണ് ഭഗവാനോടുള്ള പ്രേമബന്ധം എനിക്ക് ഉണർത്താൻ പറ്റണം. ഓക്കെ. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പൊ ഈ ജ്ഞാനേന്ദ്രിയങ്ങളിൽ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ കണ്ണിന് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കണ്ണിന് കാണാൻ പറ്റത്തില്ല. ഇനി നടക്കാൻ പോകുന്ന ഫ്യൂച്ചർ കാണാൻ പറ്റുമോ? അതും കണ്ണിന് കാണാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ അടുത്തെന്താണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്, സ്പർശിക്കുന്ന എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് തൊട്ടറിയാൻ പറ്റും. വളരെ ലിമിറ്റഡ് കാര്യങ്ങൾ മാത്രമേ തൊട്ടറിയാൻ പറ്റുള്ളൂ. തൊട്ടറിയാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പോയി കഴിഞ്ഞാൽ 100 കൂട്ടം അസുഖങ്ങൾ വരുന്നത് ടച്ചിലൂടെ തന്നെ. കൊറോണ എങ്ങനെയാണോ തന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും സാനിറ്റൈസർ കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. മാസ്ക് വെച്ച് തൊട്ടാ നമ്മൾ അറിയാതെ മൂക്കിലെ കണ്ണിൽ വെച്ച
അപ്പോഴും വരും. അതുപോലെ അത് പല വൈറസും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അതും അങ്ങനെയുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ തൊട്ടറിയുന്നു, നമ്മൾ ടെക്സ്ചർ അതിന്റെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹിയർ നമ്മൾ ടങ് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ നേരത്ത് നമുക്ക് ഭയങ്കര ടേസ്റ്റ് വന്നു. ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ നേരത്ത് നല്ല ടേസ്റ്റ് വന്നു, നല്ല ഹലുവ, നല്ല കേക്ക്, നല്ല പ്രസാദം, നല്ല കറി, നല്ല ചോറ്, സാമ്പാർ, ഇതൊക്കെ കഴിക്കാൻ നേരത്ത് ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ നമുക്കത് ഫീൽ ചെയ്യും. ഭയങ്കര സൂപ്പർ പ്രസാദമായിരിക്കും. നമ്മൾ അറിയാതെ ഒരു കാര്യം ചോദിക്കും. എന്താണ് നമ്മളിപ്പം എന്തെങ്കിലും പ്രസാദം അല്ല എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കാണുന്നത്, അതിനെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുന്നു, നമ്മൾ അതിനെ ടേസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഫീൽ ചെയ്യുന്നു. നല്ല തുണി ഉണ്ടാക്കി, നല്ല പടം കണ്ടു, അതിനെ നല്ല രീതിയിൽ വരച്ചിരിക്കുന്നു, നല്ല കളർ. ഇത് കാണുമ്പോൾ നമ്മൾ അടുത്ത ചോദ്യം എന്താണ്? ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു? ഇതാരുണ്ടാക്കി? ഇതാര് ക്രിയേറ്റ് ചെയ്തു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് ഒരു നാച്ചുറൽ സ്വഭാവമാണ് എല്ലാവരുടെ. അപ്പൊ നമ്മള് അത് ചോദിക്കും, ഇതാര്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? കേൾക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ കേൾക്കാൻ ശ്രമിക്കുന്ന ഈ പ്രോസസ്സാണ് ആക്ച്വലി ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ബാക്കി 4 ഇതും കൂടെ ചേർത്ത് വരുന്ന പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഭഗവാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭഗവാനെ മനസ്സിലാക്കി വരാനാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാ കാര്യത്തിനുമാണ്. ഭഗവാൻ ഓൾറെഡി ഭൗതിക ലോകം സൃഷ്ടിച്ച് ഇങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്നത് ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുവരാനാണ്. അപ്പോ ഭഗവാൻ നമുക്ക് ഈ ഹിയറിംഗ് പ്രോസസ്സ്, ഈ കേൾക്കുന്ന പ്രോസസ്സ് തന്നിരിക്കുന്നത് തന്നെ ഭഗവാനെ പറ്റിയിട്ടുള്ള നോളേജ് അക്വയർ ചെയ്ത്, ഭഗവാനെ പറ്റിയിട്ടുള്ള നോളേജ് അത് മനസ്സിലാക്കി. ഈ ചെവി തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ഭഗവാനെ പറ്റി കേട്ട്, ഭഗവാനെ പറ്റി മനസ്സിലാക്കി, ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഓരോ സ്റ്റെപ്പും നമ്മൾ എടുക്കുക. ഇപ്പൊ 7th ചാപ്റ്ററിന്റെ ഫസ്റ്റ് ശ്ലോകത്തിൽ തന്നെ തശ്രുണു എന്ന് പറയാനുണ്ട്. തശ്രുണു എന്ന് വെച്ചാൽ എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക. നീ ഉറങ്ങുകയാണോ, ശ്രദ്ധിക്കുകയാണോ? തശ്രുണു എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് പറയാനുണ്ട്, ഉണർന്നിരിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ശൃണ്വതാം സ്വകഥ കൃഷ്ണ, ശൃണ്വതാം, കേൾക്കണം. എല്ലാ സ്ഥലത്തും നോക്കിയാലും കേൾവിയെ പറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് പറയാനുണ്ട്. കാരണം കേൾക്കുകയും ചോദിക്കുകയും അതിന്റെ ആൻസർ കേൾക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്തോട്ട് എത്താൻ പറ്റുള്ളൂ. ഇവിടെ പറയാനുണ്ട്, ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് സ്പിരിച്വൽ സയൻസ് നോളേജ് എന്ന് പറയാനുണ്ട്. നോട്ട് ബൈ എന്ത് പറയാൻ, നമുക്ക് ഗ്രോസ് പെർസ്പെക്ഷൻ വഴി, നമ്മൾ എന്ത് പറയാൻ, നോർമലി ഉള്ള ജനറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വഴിയല്ല. ഈ സയൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒറ്റ ഒരു കാര്യം കൊണ്ടാണ്: കേൾക്കുക വഴിയാണ്. അതുകൊണ്ട് ശൃണ്വന്തി ഗായന്തി, ശൃണ്വന്തിയാണ്. എല്ലായിടത്തും നോക്കിയാലും കേൾവിയെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ഈ സന്യാസിമാർ എന്താണ് ചെയ്തത്? കേട്ടിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണേ. എന്തിനാണ് ആ ചെവി ഇങ്ങനെ വെച്ചേക്കണം അവരെ ക്വസ്റ്റ്യൻസ്? അതുവഴി ആ ഭാഗവതത്തിന്റെ അമൃതം അവരുടെ ഹൃദയത്തിലേക്ക് പോകാനാണ്. ഇങ്ങനെ കേൾക്കുന്ന വഴിയാണ് നമുക്ക് ഈ നോളേജ് കിട്ടുന്നത്. സൂതഗോസ്വാമി എന്താണ് ഇവരുടെ അടുത്ത് പറയുന്നത്? നിങ്ങൾ ചോദിച്ചത് വളരെ ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാര്യം അത് ഭഗവാനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ആരുടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും ഡിവോട്ടീസിന്റെ അടുത്ത്: പ്രഭു, ഇന്ന് ആരാണ് ക്ലാസ് എടുക്കുന്നത്? പ്രഭു, നാളെ ആരാണ് ക്ലാസ് എടുക്കുന്നത്? അല്ലെങ്കിൽ പ്രഭു, ഇന്ന് ആരാണ് പുസ്തകം ബുക്ക് ചെയ്യുന്നത്? അതിനൊക്കെ ആരെങ്കിലും നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അവരുടെ അടുത്തൊരു കോൺവെർസേഷൻ വെക്കും. ഞാൻ ആശ്രമത്തിൽ പോയിട്ട് ഒരു ഡിവോട്ടിയായിട്ട് ചോദിക്കുകയാണ്: പ്രഭു സുഖമായിരിക്കുന്നോ? വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ? ഹരേ കൃഷ്ണ പ്രഭു എന്ന് പറയുന്നത്. അദ്ദേഹം തിരിച്ച് റിപ്ലൈ തരുന്നില്ല. നമ്മൾ ഒരു തവണയും കൂടെ ചോദിക്കും. സാധാരണ ഒരു തവണയും ചോദിക്കാറില്ല, ഒരു ജനറൽ രീതി അനുസരിച്ചിട്ട്. പിന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് ഭയങ്കര ജാട കാണിച്ചു, ഞാൻ ചോദിച്ചതിനൊന്നും ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മിണ്ടാതെ അങ്ങ് പോകും. പിന്നെ എന്താ, വഴക്കായി, വിരോധമായി, വർഷങ്ങളും മിണ്ടാതിരിക്കും. ഇങ്ങനെ പോകും. നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നമ്മൾ ലൈഫ് ഫുൾ എടുത്താൽ മതി. ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആൻസർ വരുന്നു, ക്വസ്റ്റ്യൻ. ഇത് ഫുൾ ലൈഫ് ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡിവോട്ടീസിന്റെ റിലേഷൻഷിപ്പിലും ഈ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, പ്രഭാത് പറഞ്ഞാലും ഭഗവാനെ പറ്റി നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്ത് ചോദിക്കണം. അത് എന്ത് ചെയ്യും? നമ്മുടെ ഈ ജനന മരണ ചക്രത്തിൽ നമ്മൾ രക്ഷപ്പെടുത്താനുള്ള ജ്ഞാനം നമുക്ക് തരും. ഭഗവാനുമായിട്ടുള്ള പ്രേമഭക്തി നമ്മളെ ഉണർത്തും ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പറയാനുണ്ട് 1:1:2 കിംവാ പരം ഈശ്വര. ഈ ഭാഗവതം മനസ്സിലാക്കണം എന്ന് നമ്മൾ ഭാഗവതം പഠിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ എന്താണ്,
ഭഗവാൻ നമ്മുടെ ഹൃദയകമലത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന 8 to 8:45 നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 100% ഉറപ്പാണ്, നമ്മൾ ചെറിയൊരു എഫേർട്ട് ഇട്ടെങ്കിൽ നമ്മൾ ഈ ഭാഗവതം ക്ലാസ്സിൽ വന്നിരിപ്പുണ്ടോ, നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിപ്പുണ്ട്. അദ്ദേഹം വന്ന് വിരാജിതനായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ വേറെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരാതെ ഇരുന്നാൽ മാത്രം മതി. നമ്മൾ ആ എഫേർട്ട് ഇട്ടപ്പോൾ തന്നെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഈ ഒരു എല്ലാ ദിവസത്തിലും ആദ്യത്തെ 45 മിനിറ്റ് എന്ന് പറയുന്നത് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. ബാക്കിയുള്ള നമ്മൾ പല പ്രോബ്ലം നമുക്ക് ലൈഫിലുണ്ടാവും, പല ചലഞ്ചസ് ഉണ്ടാവാം, പല പ്രോബ്ലംസ് ഉണ്ടാവാം. പക്ഷെ ഈ 45 മിനിറ്റ് നമ്മൾ ഭഗവാന് വിട്ടുകൊടുക്കുക. നമ്മുടെ സാധന കഴിഞ്ഞ്, ഭാഗവതം കഴിഞ്ഞ്, മംഗളാരതി കഴിഞ്ഞ്, അതിനുശേഷം ഇത് നമുക്കൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്കിപ്പോ തരുന്നത്. ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യും, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യും ലൈഫിൽ, ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. എങ്ങനെയാണ് നാരദമുനി ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഭഗവാനെ പറ്റി കേൾക്കുകയും പറയുകയും ഗുണങ്ങളും നാമങ്ങളും പറയുന്നു 1:6:26 പറയുന്നത്. അങ്ങനെ ആ ഭഗവാനെ പറ്റി നമ്മളിപ്പോ കേൾക്കാനുള്ള ശ്രമം നടത്തി, ഭഗവാൻ നമ്മുടെ ഹൃദയകമലങ്ങളിലേക്ക് വന്നു. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഭഗവാനെ പറ്റി, ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാനെ സ്തുതിക്കുന്നതിനെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രഭുപാദ് എന്ത് മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു, ഇതിനെപ്പറ്റി നമ്മൾ കേൾക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ നേരത്ത് നമ്മളെന്ത് ഓട്ടോമാറ്റിക്കലി അറിയാതെ നമ്മൾ ഭഗവാനെ പറ്റി കേട്ട കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള ഡിവോട്ടീസിന്റെ അടുത്ത് പറയും, ബാക്കിയുള്ള ഭക്തരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തസ് മാമനത്യം തുഷ്യന്തീചാരമന്തിച്ച, നമ്മൾ സന്തോഷവും സാറ്റിസ്ഫാക്ഷൻ ബ്ലിസ്സും എല്ലാം അനുഭവിക്കും. അതിന് പുറമെ നമുക്ക് കുറച്ച് ഫൈനൽ പ്രോഡക്റ്റുകളൂടെ കിട്ടും. 1:6:26 നാരദമുനി എന്താണ് പറയുന്നത്, നാമാന്യനന്തസ്യ ഹദാതൃപടൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ചസ്മരൻ ഗാംഭാര്യടം തുഷ്ടമനാഗതസ്പൃഹ കാലം പ്രതീക്ഷം വിമതോ വിമത്സരഃ. നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഭഗവാന്റെ നാമങ്ങളും ഗുണങ്ങളും. ഇത് കേട്ടതിന് ശേഷം കറക്റ്റ് ചോദ്യം ചോദിച്ചു, അത് കേൾക്കാനായിട്ട് നമ്മൾ ചെവി കൊടുത്തു, ഹൃദയകമലങ്ങളിലേക്ക് ഭഗവാൻ വന്നു, നമ്മൾ ബാക്കിയുള്ളവരടുത്ത് ഭഗവാന്റെ ഗുണങ്ങളും നാമങ്ങളും പറഞ്ഞു തുടങ്ങി. അപ്പൊ എന്ത് പറ്റും, നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമുക്ക് ലൈഫിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഒരു വിഷയമുള്ള കാര്യമല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഹമ്പിൾ ആയിരിക്കും. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വിനയം വരും. വിനയത്തെ നമ്മൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല. ആദ്യമൊക്കെ നമ്മൾ അഭിനയിക്കണം കുറച്ചൊക്കെ വരാനായിട്ട്, പക്ഷെ അത് തനി ഓട്ടോമാറ്റിക്കലി ഹൃദയത്തിൽ നിന്ന് വരും. അത് ഭഗവാൻ നമുക്ക് തരും. കാര്യം നമ്മൾ ഭഗവാന്റെ ഗുണങ്ങളും നാമങ്ങളും ചെയ്യാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം അൺഎൻവിയസ്, അതായത് അസൂയില്ലാത്ത ആളായിട്ട് മാറും. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അസൂയില്ലാത്ത ആളായിട്ട് മാറും. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കുറെ ധ്രുവ മഹാരാജ ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഭഗവാന്റെ അടുത്ത് എത്തിയത്. ഞാൻ ഇതിനു മുന്നേ ഒരു വാൽമീകി ഇതുപോലെ വാൽമീകിയുള്ള കോൺവെർസേഷൻ ആയിരുന്നു, ക്വസ്റ്റ്യൻ ചോദിച്ചാണ് വാൽമീകി ആയിട്ട് മാറിയത്. ഇതിനു മുന്നേ ഞാനൊരു ഭക്തന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ട എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ ഭഗവാൻ എങ്ങനെ ഇരിക്കും എന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ പോത്തിന്റെ രൂപത്തിൽ വന്നത്, എരുമയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ അദ്ദേഹത്തിന് ദർശനം കൊടുക്കാനോ അസോസിയേഷൻ ചെയ്യാനും വന്നത്. അപ്പൊ എല്ലാ ഡിവോട്ടീസും നമ്മളെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, ഭഗവാനെ പറ്റി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. വ്യാസദേവന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു സീഡായിട്ട് ബ്രഹ്മദേവന് ഒരു സീഡായിട്ട് കൊടുത്തതാണ് നമ്മൾ ഇന്ന് ഇത്രയും ശ്ലോകങ്ങളായിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇത് എൻജോയ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരുടെ അടുത്തും എനിക്കുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത് പ്രഭാതും ഗുരുമഹാരാജും നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഭഗവാനുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിവോട്ടീസുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പറ്റുന്ന രീതിയിൽ അത് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഭഗവാനെ പറ്റി ഓർക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അതിലുപരി ഇവിടെ പറയുന്ന പരിശുദ്ധ ഭക്തൻ ഭയാനക ഭൗതിക ക്ലേശങ്ങളായ ജനിമൃതി ആവർത്തന ചക്രത്തിൽ നിന്നും മുക്തി നേടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുക. നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ ഭഗവാൻ നമ്മുടെ ഹൃദയകമലങ്ങളിൽ വരികയും ചെയ്യും. അപ്പോ ഇവിടെ ഒരു കാര്യം നമ്മൾ ചെയ്യാനുള്ളത്, ഇതിന്ന് പഠിക്കാനുള്ളത്, റൈറ്റ് ക്വസ്റ്റ്യൻസ് ഭഗവാനെ പറ്റി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അതായത് ശൗനക ഋഷിയുടെ നേതൃത്വത്തിലുള്ള സന്യാസിമാരുടെ അന്വേഷണങ്ങളെ അവരുടെ അതീന്ദ്രിയ സ്വഭാവത്തിൽ യോഗ്യതകളെ അടിസ്ഥാനമാക്കി ശ്രീ സൂത ഗോസ്വാമി വാഴ്ത്തുകയുണ്ടായി. അദ്ദേഹം അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് അവരെ പ്രൈസ് ചെയ്തു, അവരെ അപ്രീഷിയേറ്റ് ചെയ്തു. നിങ്ങൾ ചോദിച്ചത് വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞത് അങ്ങനെ പറയുകയുണ്ടായി ഇതിനകത്ത്. അതുപോലെ തന്നെ നേരത്തെ നിർണയിച്ചതുപോലെ ഭഗവത് ഭക്തർക്ക് മാത്രമേ ഭഗവാനെ ഗണ്യമായ അളവിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ്,
ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാന് ഗണ്യമായ അളവിൽ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആർക്കും ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ഇതിനു മുന്നുള്ള ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഈ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ഈ മാംസചക്ഷു കൊണ്ട് ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ്, കാണാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഭഗവാന് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ഈ കണ്ടതും ഈ എക്സ്പീരിയൻസ് ചെയ്തതും ഡിവോട്ടീസ് പറഞ്ഞതും എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതൊന്നും അല്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതിലും അപ്പുറമാണ്. ആഹ് ആഹ് അത് എടുത്തു പറയാനുണ്ട്. മാത്രമല്ല, അത്രത്തോളം ഭഗവാനെ മനസ്സിലാക്കാൻ മറ്റാർക്കും സാധ്യമല്ല. ഇവിടെ അടുത്തൊരു പോയിന്റ്, ആകയാൽ ഭക്തർ സമസ്ത ആത്മീയ വിജ്ഞാനത്തിലും പൂർണ്ണാഭിജ്ഞരാണ്. നിരപേക്ഷ സത്യത്തിന്റെ അവസാന വാക്ക് പരമദിവ്യത്വം പുരുഷനാകുന്നു. നിർവ്യക്തിഗത ബ്രഹ്മവും കേന്ദ്രീകൃത പരമാത്മാവും പരമദിവ്യത്വം പുരുഷന്റെ ജ്ഞാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്രഭുപാദ് പറയുന്നത്, നമ്മൾ ഈ ഭഗവാന്റെ ജ്ഞാനം ശ്രദ്ധിക്കാനായിട്ട് പോകുമ്പോ ഈ നോളേജില് പരമാത്മാവും ഭഗവാനും എല്ലാം ഉൾക്കൊള്ളുന്നു. സാക്ഷാൽ ഭഗവാൻ പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഭഗവാൻ നമുക്ക് കൂടുതൽ ഗൈഡൻസ് തരും. പ്രേമഭക്തി വരാനുള്ള ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ജ്ഞാനത്തിലേക്കുള്ള വഴിയും ഭഗവാൻ തന്നെ നമുക്ക് കാട്ടിത്തരും. ആകയാൽ പരമദിവ്യത്വം പുരുഷനെ കുറിച്ച് അറിയുന്ന ഒരാൾ ഭഗവാന്റെ ബഹുമുഖങ്ങളായ ശക്തികളെയും അദ്ദേഹത്തിന്റെ വിസ്തരങ്ങളെയും അങ്ങനെ ഭഗവാനെ സംബന്ധിച്ച് സർവാതിശയത്തെ കുറിച്ച് സമഗ്രമായി മനസ്സിലാക്കുന്നു. ഈ ഒരു എഫേർട്ട്, നമ്മൾ ഇടുന്ന എഫേർട്ട്, ഇത് ഭഗവാനെ മനസ്സിലാക്കാനും സമഗ്രമായി മനസ്സിലാക്കാനുണ്ട്. വളരെ ബ്രോഡ് രീതിയിൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ആകയാൽ ഭക്തരെ സർവപ്രകാരത്തിലും സമ്പൂർണ്ണ വിജയം കൈവരിച്ചവരെ അനുമോദിക്കുന്നു. അതുകൊണ്ടാണ് പ്രഭുപാദിന്റെ ഈ പർപ്പറ്റിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും എല്ലാ സ്ഥലത്തും ഭക്തരെ എന്താണ് അവര് വിജയം കൈവരിച്ചവരായി പറയുന്നു. വിജയം കൈവരിച്ച എന്താണ്? ഇത് നമ്മൾ നോക്കിയാൽ ഒരു റൗണ്ട് ചക്രത്തിൽ ഇങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. കുറേ കോടിക്കണക്കിന് ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഓടുന്ന, നമുക്ക് ഫിസിക്സിൽ അറിയാം, നമ്മൾ ഒരു സർട്ടൺ ഒരു റൗണ്ടിനകത്ത് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ സ്പീഡ് കൂടി ഭയങ്കര കൂടുമ്പോൾ അതും നമുക്ക് പുറത്തോട്ട് തെറിച്ചു പോകാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എന്താണ്? ആ പുറത്തോട്ട്, ആ ചക്രത്തിൽ നിന്ന്, ഈ വലയത്തിൽ നിന്ന്, ഈ ട്രാപ്പിൽ നിന്ന് പുറത്തോട്ട് പോകാനായിട്ട് റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കറക്റ്റ് ഭഗവാനുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഭഗവാനെ പറ്റി നമ്മൾ അന്വേഷിക്കുക. ഭഗവാനെ പറ്റി അന്വേഷിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് അതിന്റെ പ്യൂരിഫിക്കേഷൻ കിട്ടും. ആ ഭഗവാനോട്ടുള്ള സ്നേഹം നമുക്ക് വളരും. ആ വളരുന്നത് കൂടി എന്ത് പറ്റും? നമുക്ക് ഭഗവാനെ പറ്റി നമുക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ചെയ്യുന്ന പ്രോസസ്സിൽ എന്ത് പറ്റും? നമ്മൾ ഈ ട്രാപ്പിലായിരിക്കും. നമ്മൾ പതുക്കെ അതിന്റെ കെട്ടുപാടുകളെല്ലാം പതുക്കെ തനിയെ മാറിയിട്ട് നമ്മൾ പുറത്തേക്ക് പോകും. എങ്ങോട്ട് പോകും? ഭഗവാന്റെ അടുത്തേക്ക് പോകും. അപ്പം എല്ലാവർക്കും ആശംസകൾ. ഈ പ്രോസസ്സ് എല്ലാവരും ചെയ്യുക. ബെസ്റ്റ് ഓഫ് ലക്ക്. ഭഗവാനെ പറ്റി അന്വേഷിക്കുക, ഭഗവാനെ പറ്റി മനസ്സിലാക്കുക, ബാക്കിയുള്ളവർക്ക് ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അതുവഴി എന്ത് ചെയ്യണം? ആനന്ദം അനുഭവിക്കുക. അതിലുപരി നമ്മൾ ഹമ്പിളാവും. നമ്മൾ നാരദമുനി പറഞ്ഞ പോലെ ഹമ്പിളാവും. പിന്നെന്താണ്? ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവും. പിന്നെ നമുക്ക് അസൂയയില്ലാത്ത ആളുകളായി എല്ലാവരും മാറട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ചക്രപ്രഭു. ഹരേ കൃഷ്ണജി. ഞാനേ ഭഗവാന്റെ ലീല കേട്ടതിനിടയ്ക്ക് കുറെ ചിരിച്ച്. അപ്പൊ അത് അത്ര ഹൃദയസ്പൃക്കായിട്ട് എനിക്ക് പറയാം. ഇപ്പം ബ്രെയിൻ ഒന്നും വർക്ക് ചെയ്യണ്ട. എങ്കിലും 1-2 ലീല പറഞ്ഞോട്ടെ. നമുക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ ഒരുപാട് ലീലകളുണ്ട്. അതായത് ഭഗവാൻ ഈ വ്രജത്തിൽ അവിടെ വ്രജവാസികളെ സന്തോഷിപ്പിച്ചതാണ്. അഹോ ഭാഗ്യം. അവരത് ആ ഭാഗ്യം ഒന്ന് എനിക്കിന്ന് ഭക്തന്മാരോടൊപ്പം ഒന്ന് ചിരിക്കാൻ തോന്നണം. വന്നില്ലെങ്കിലും നിങ്ങളും ചിരിക്കണം. അതായത് എവിടെ പോയി എന്ത് ശല്യം ചെയ്യുമ്പോഴും ആളുകൾ പിടിക്കുമല്ലോ കൈയോടാ. പിടിക്കുമ്പോഴും നീ ആരെന്ന് ചോദിച്ചാ, അതായത് പുകഴ്പെറ്റവനാണല്ലോ എന്തോ വെണ്ണക്കള്ളൻ, ചേലക്കള്ളൻ, ഇങ്ങനെ ആളുകൾ നോട്ടപ്പുള്ളിയാണ്. അതുകൊണ്ട് സ്വന്തം പേര് പറയില്ല. പറയണെന്താണ്? ഞാൻ രാമന്റെ അനുജൻ, രാമന്റെ അനുജനാണ് ഞാനെന്ന് പറയും. അതൊന്നും. പിന്നെ ഇവര് യശോദ മാതാ ബോധം കെട്ട് വീഴുമല്ലോ വിശ്വരൂപം വായിക്കകത്ത് മണ്ണ് തിന്ന് കണ്ടിട്ട്. അപ്പൊ രോഹിണി മാതാവെന്ന് പറയും, നീ കണ്ടോ, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് വിരലിട്ട് വായിക്കകത്ത് വിരലിടും. അപ്പൊ ഈ മുളച്ച് വരണ പല്ല് വെച്ച് കടിച്ച് രോഹിണി മാതാ അതിനുണ്ട്. ഞാനും കണ്ടു വിശ്വപ്രപഞ്ചം.
എന്ന് ആ പറയും. അതുപോലെ ആ വേദന കൊണ്ട് കണ്ടെന്നാണ് പറയുന്നത് മാതാജി. അതായത് അവര് അത് ഈ ഞാൻ കേട്ട ക്ലാസ്സിൽ കേട്ട ആ ഭക്തന്റെ ഒരു ഹൃദയം കൂടെയാണ് ഭക്തിയിലുള്ള ഒരിത്. അതങ്ങനെ വന്നു. പിന്നെ വന്ന് ഈ വെണ്ണ മോഷണം ഉണ്ടല്ലോ, വെണ്ണ മോഷണം ഇങ്ങനെ വന്ന് യശോദാമ്മന്റെ ഒരു മരുമോള്, അതായത് അമ്മാവി, അവര് കുറച്ച് തടിച്ച ആളാണ്. അപ്പൊ അവര് ഈ അമ്മാവി പറയും, ഈ ഇവിടുത്തെ വെണ്ണയും പാലും അത്രയും നീ മോഷ്ടിച്ചു തിന്നാണ് നീ ഇങ്ങനെ തടിക്കുന്നത്. അപ്പൊ പറയും, ഇല്ല ഞാൻ അപ്പൊ ഈ ഇവര് വിചാരിക്കും ഇനി ഇത് കൈകൂടെ പിടിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ദിവസം പിടിക്കും. ഇത് മോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവര് വരും. വന്നിട്ട് കൈയോടെ പിടിച്ച് എടുക്കാൻ ഉറയെ തൂങ്ങി നിൽക്കുകയാണ്. പിടിച്ചിറക്കാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ പാലും വായിലിരുന്ന് എല്ലാം കൂടെ ഇവരെ കണ്ണിലങ്ങ് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഹൂന്ന് പറഞ്ഞ് തുപ്പി കൊടുക്കും. ഇവരതോടെ കണ്ണടച്ച് ഭഗവാൻ ഓടി രക്ഷപ്പെടും. അപ്പൊ അമ്മാവി വരണുണ്ട്. അമ്മാവി എന്നിട്ട് പറയും, നീ ഇതൊക്കെ ചെയ്തിട്ട് നീ വേറെ ആരോ മോഷ്ടിച്ചോണ്ട് പോണെന്നാ പറയണത്. അപ്പൊ ഇങ്ങനത്തെ ഭഗവാന്റെ ലീലകൾ നമുക്കിപ്പോ ഗർഭഭാഗവതം, പിന്നെ മൃഗഭാഗവതം, നമ്മുടെ ഭാഗവത്തിൽ ഇല്ലാത്ത ഒരുപാട് ലീലകൾ ഭഗവാന്റെ ലീല ബ്രജവാസികൾക്ക് അറിയാം. അവരിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ഓരോരുത്തർ പറയുന്നത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് അത്ര കേട്ട കണക്ക് പറയാൻ എനിക്ക് പറ്റണില്ല. കാരണം ബ്രെയിനൊന്നും വർക്ക് ചെയ്യണില്ല. എങ്കിലും ഇത്രയും പറഞ്ഞു, ഭഗവാന്റെ ആ ലീലകൾ ആലോചിച്ച് ചിരിച്ച് അതാ ഭഗവാന്റെ കാര്യങ്ങള്. ശരി ചക്ര, ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാജി, താങ്ക് യു മാജി. ഞാൻ ഇന്ന് ക്ലാസ്സിൽ സ്റ്റോറി ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ, കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. മാതാജി ഒന്ന് ഭഗവാൻ ലീലയോട് പറഞ്ഞ് വളരെ നന്നായി. മാതാജി, ഭഗവാൻ മുറിയിൽ തൂങ്ങി നിൽക്കുന്നു പറഞ്ഞു, പെട്ടെന്ന് മനസ്സിൽ ആ ഇരുട്ട് മുറിയിൽ ഭഗവാൻ എടുക്കാതിരിക്കാനായിട്ട് ഉറിയിൽ മുകളിൽ കെട്ടിയിരിക്കുന്നതിൽ രണ്ടുപേരെ തോളിൽ കയറി അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് വെച്ച് ഭഗവാൻ തൂങ്ങി നിൽക്കുന്നതാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത്. കാരണം നമ്മുടെ മനസ്സ് അത്ര പവർഫുൾ ആണ്. ഭഗവാൻ തൂങ്ങി തറയിൽ നിൽക്കാതെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മ വന്നത്. അത് ആ മാതാജിയുടെ മുഖം നോക്കി തുപ്പാനും അമ്മാവി ഒന്ന് കൈയോടെ അവരെ പിടിച്ചു. അപ്പൊ ഈ ലീലകള്, പക്ഷെ ഇതൊക്കെ ദുഃഖമല്ല അനുഭവിക്കണം. അവര് വീണ്ടും ഇത് തന്നെ ആവർത്തിച്ച് ഇത് ഭഗവാന്റെ നിന്ന് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ബ്രജവാസികൾ. അവർക്ക് ഇതൊന്നും ദുഃഖമേ അല്ല. ലീലകളില് മുഴുകി ജീവിക്കുന്നവര്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ചക്രപ്രഭു. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ചക്രപ്രഭു. ക്ലാസ് പ്രാക്ടിക്കൽ ആണ്, വളരെ വലിയ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്സാണ് ചക്രപ്രഭു പറയുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. പിന്നെ വൃന്ദാവനേശ്വരി മാജി തിരിച്ചു വന്നതിൽ വളരെ സന്തോഷം. മാജിയുടെ വോയിസ് ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ചക്രപ്രഭു. താങ്ക് യു പ്രഭു. പിന്നെ ഇന്ന് നമ്മുടെ കഥാമൃത പ്രഭുവിന്റെ ഐശ്വര്യമാജിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, കൃഷ്ണ കോൺഷ്യസ് വെഡിങ് ആനിവേഴ്സറി കഥാമൃത പ്രഭു ആൻഡ് ഐശ്വര്യമാജി. ഇനിയും ഇതുപോലെ രണ്ടുപേർക്കും ചേർന്ന് ധാരാളം സേവകൾ ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഹരേ കൃഷ്ണ. ട്രീറ്റ് ഉണ്ടെന്ന്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനീഷ് പ്രഭുവിന്റെ നമ്മുടെ പൂജാരി ആയിരുന്ന അനീഷ് പ്രഭുവിന് അനീതിയുടെ കല്യാണമാണ്. സമയമുള്ളവരെല്ലാരും പോയി അറ്റൻഡ് ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി, കഥാമൃത പ്രഭു, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഈ ചെയ്യുന്ന ഒരു സേവ എന്ന് പറയുന്നത് ചെറിയൊരു ചില്ലറ കാര്യമല്ല. പല പല ജീവാത്മാക്കൾ, നമ്മളിപ്പോ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്. മലയാളത്തിലാണ് ഈ ക്ലാസ് ഉള്ളത്. നമ്മൾ ഭഗവാനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈവൻ ദോ നമ്മൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ കൂടിയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഭഗവാനെ പറ്റി ആയതുകൊണ്ടും അത് ക്വാളിഫൈഡ് ആയതുകൊണ്ടും ഒരുപാട് വരും തലമുറകളിൽ ഇനി ചിലപ്പോൾ നൂറുകണക്കിന് വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷവും ചിലപ്പം ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്പ് അതുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ ഒരു സേവ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഗുരുമഹാരാജിന് വേണ്ടി, പ്രഭാതിന് വേണ്ടി, പ്രഭാത് മിഷന് വേണ്ടി നമ്മൾ ഈ സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു മാതാജിയും പ്രഭുവിനും ഭഗവാന്റെ അനുഗ്രഹം നല്ല രീതിയിൽ കിട്ടട്ടെ. ഗുരുമഹാരാജിന്റെ കാരുണ്യം നല്ല രീതിയിൽ കിട്ടട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. Hare Krishna, wish you a happy Krishna conscious, happy wedding anniversary, Mataji and Prabhu. Thank you so much. Hare Krishna. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. പ്രഭുവിനും വിവാഹ വെഡിങ് ആനിവേഴ്സറിക്ക് ആശംസകൾ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചക്രപ്രഭു ക്ലോസ് ചെയ്യട്ടെ? യെസ് മാതാജി, നമുക്ക് ക്ലോസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ താങ്ക് കൃഷ്ണ. യു പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. Krishna. ഹരേ കൃഷ്ണ. Krishna.